ദൈവപുത്രനായ യേശു എന്നതാണ് നമ്മുടെ സംസാര വിഷയം. യേശു മുമ്പോട്ടേക്ക് വെച്ച ദൈവീകത എത്തരത്തിലുള്ളതായിരുന്നു എന്നാണ് നമ്മൾ ഒന്ന് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പൊതുവെ നമ്മുടെ പല ധാരണകളെയും അട്ടിമറിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാനായ അലക്സാണ്ടർ എന്നാണ് പൊതുവെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും അലക്സാണ്ടർ ചക്രവർത്തിയെ വിളിക്കുന്നത്. കാരണം മഹത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലതും അദ്ദേഹത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. അലക്സാണ്ടർ മഹാനാകുന്നത് അദ്ദേഹം വലിയവനായതുകൊണ്ടാണ്, ഒരുപാട് ജനപദങ്ങളെ കീഴ്പ്പെടുത്തിയതുകൊണ്ടാണ്, ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കിയതുകൊണ്ടാണ്. പക്ഷേ ബൈബിളിൽ മക്കബാരുടെ പുസ്തകം മഹാനായ അലക്സാണ്ടറിനെ വിളിക്കുന്നത് വെറും അലക്സാണ്ടർ എന്ന് തന്നെയാണ്. അതിനർത്ഥം മഹത്വത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ കൊണ്ടു നടക്കുന്ന ധാരണകൾ മക്കബാരുടെ പുസ്തകം അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതേ രീതിയിൽ പൊതുവെ നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ, നമ്മുടെ മനസ്സിലാക്കലിൽ ഇവിടുത്തെ ധനികന്മാരൊക്കെ ബുദ്ധിമാന്മാരാണ്. പക്ഷേ സുവിശേഷം ധനികനെ വിളിക്കുന്നത് ഭോഷനായ ധനികൻ എന്നാണ്. പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ് ഭാഗ്യവാന്മാർ, ധനവാന്മാർ വിഡ്ഢികളാണ്. ജ്ഞാനത്തെക്കുറിച്ചും വിഡ്ഢിത്തത്തെക്കുറിച്ചുമുള്ള ധാരണകളെ തന്നെ സുവിശേഷം അട്ടിമറിക്കുന്നു. ഇതേ രീതിയിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ യേശു ക്രിസ്തു ദൈവികതയെക്കുറിച്ചുള്ള ധാരണകളെ തന്നെ അട്ടിമറിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന രണ്ട് കാറ്റഗറികൾ, ഒന്ന് ശക്തിയുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തേത് വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. പൊതുവെ ദൈവത്തെ ശക്തനായ ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നു. അതുപോലെ ദൈവികത എന്നാൽ വിശുദ്ധിയിൽ വളരുകയാണ് എന്നും നമ്മൾ വിചാരിക്കുന്നു. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ദൈവികത ഈ രണ്ട് ധാരണകളെയും കീഴ്മേൽ മറിക്കുന്നുണ്ട്. നമുക്ക് ദൈവവുമായി വലിപ്പമുള്ള ദൈവത്തെക്കുറിച്ച്, ശക്തിയുള്ള ദൈവത്തെക്കുറിച്ച് ക്രിസ്തു എന്താണ് പറയുന്നത് എന്നൊന്ന് കാണാം. വളരെ പ്രസിദ്ധമായ ഒരു ബൈബിൾ ഭാഗം കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസിനോട്, ശിഷ്യന്മാരോട് യേശു ചോദിച്ച ചോദ്യമാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്? അവിടെ വെച്ച് പത്രോസ് പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ വായിക്കുമ്പോൾ ആ വിശ്വാസ പ്രഖ്യാപനത്തിന് കൂടുതൽ മിഴിവുണ്ടാവുന്നുണ്ട്. പത്രോസ് നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് കേസറിയ ഫിലിപ്പി പ്രദേശത്തെ മണ്ണാണ്. കേസറിയ ഫിലിപ്പി എന്നത് സീസറിൻ്റെ പേരിലുള്ള മണ്ണാണ്. അന്നത്തെ പാലസ്തീന ഉൾപ്പെടുന്ന വിശാലമായ മെഡിറ്ററേനിയൻ ഭൂപ്രദേശം മുഴുവനും സീസറിൻ്റെ പേരിലായിരുന്നു. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവർ, വിവിധ ജനപദങ്ങൾ, ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ സീസർമാർ കണ്ടെത്തിയ മാർഗമാണ് ചക്രവർത്തി പൂജ. ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്ന ഒരു മതവും അത്തരത്തിലുള്ള ദേവാലയങ്ങളും ആ റോമാ സാമ്രാജ്യമെമ്പാടും ഉണ്ടായിരുന്നു. കേസറിയ ഫിലിപ്പി പ്രദേശം ഭൂഖനനം ചെയ്തെടുത്തപ്പോൾ അത്തരത്തിലുള്ള ചില അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടതായും രേഖകളുണ്ട്. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ഒന്ന് കാണുക. പത്രോസ് നടുക്കു നിൽക്കുന്നു. പത്രോസ് അങ്ങ് വലത്തേക്ക് നോക്കുമ്പോൾ സീസറിൻ്റെ പേരിൽ പണിതുയർത്തപ്പെട്ട കൊട്ടാരം കണക്കെയുള്ള ഒരു ദേവാലയം അദ്ദേഹത്തിന് ദൃശ്യമാവുന്നുണ്ട്. അതിനകത്ത് സീസറിൻ്റെ പ്രതിമ, ദൈവമായ സീസറിൻ്റെ പ്രതിമ വണങ്ങപ്പെടുന്നുണ്ട്. ആ പ്രതിമയുടെ ശിരസിൽ സ്വർണത്തിൻ്റെ കിരീടമുണ്ട്, കയ്യിൽ അധികാരത്തിൻ്റെ ദണ്ഡുണ്ട്, രാജാവിൻ്റെ ആടയാഭരണങ്ങളാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. പത്രോസ് അങ്ങോട്ടേക്ക് നോക്കുന്നു. നമ്മളൊക്കെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങളൊക്കെ വരാറില്ലേ? ഉദാഹരണത്തിന് ഏതൊരു വിശുദ്ധൻ്റെ ശിരസിലും
നമ്മൾ സ്വർണത്തിൻ്റെ കിരീടം വെച്ച് കൊടുക്കാറുണ്ട്. വെളുത്തവരാണ് ഒട്ടുമിക്ക വിശുദ്ധരും. അതിനർത്ഥം ദൈവീകതയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സ്വർണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, വെളുപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു, സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, വലുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ കാറ്റഗറികളോടൊക്കെ 100% അനുരൂപപ്പെടുന്ന ഒരു ദൈവമാണ് സീസറിൻ്റെ പ്രതിമ. അദ്ദേഹത്തിൽ സ്വർണമുണ്ട്, അദ്ദേഹം ശക്തിയുടെ പ്രതീകമാണ്, അദ്ദേഹം അധികാരിയാണ്. പക്ഷെ പത്രോസ് ചെയ്യണത് എന്താണ്? ആ സീസറിൻ്റെ പ്രതിമയിലേക്ക് നോക്കുന്ന പത്രോസ് കണ്ണടയ്ക്കുന്നു. എന്നിട്ട് പത്രോസ് അതിന് എതിർദിശയിൽ നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുന്നു. ആരാണ് ഈ ക്രിസ്തു? അദ്ദേഹം കാണപ്പെടുന്ന രീതിയിൽ തന്നെ അതിസ്വാഭാവികത ഒന്നുമില്ല. ആശാരിയുടെ മകൻ ആണ് ഈ ക്രിസ്തു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണവൻ. തല ചായ്ക്കാൻ ഇടമില്ലാത്തവനാണവൻ. കുറുനരികൾക്ക് പോലും ഒളിക്കാൻ ഇടമുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് അത്തരമൊരു ഇടമില്ല എന്ന് പറഞ്ഞവനാണവൻ. അവൻ്റെ ശരീരത്തിൽ നിന്നും വിയർപ്പിൻ്റെ ഗന്ധം പുറപ്പെടുന്നു. അവൻ്റേത് മണ്ണിൻ്റെ നിറവുമാണ്. എന്ന് വെച്ചാൽ ദൈവികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുലർത്തുന്ന ഏതെങ്കിലും കാറ്റഗറിയോട് അനുരൂപപ്പെടുന്ന ഒന്നും ഈ ചരിത്രപുരുഷനായ മണ്ണിൽ നിൽക്കുന്ന യേശുവിനില്ല. എന്നിട്ടും പത്രോസ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നു, നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. അതിനർത്ഥം ദൈവികതയുടെ സകല മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ച് പത്രോസ് ക്രിസ്തുവിൽ ഒരു പുതിയ ദൈവികത ദർശിക്കുന്നു എന്നുള്ളതാണ്. യേശുവാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അതിനർത്ഥം യേശുവും അവൻ പ്രതിനിധാനം ചെയ്യുന്ന സകലതും, അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം, അവൻ്റെ ലാളിത്യം, അവൻ്റെ കാല് കഴുകൽ, അവൻ്റെ സാധാരണത്വം ഒക്കെ പത്രോസിനെ സംബന്ധിച്ച് വലുതായി മാറുകയാണ്. ഒപ്പം സീസറിൻ്റെ സ്വർണം, സീസറിൻ്റെ കിരീടം, സീസറിൻ്റെ അധികാരം, സീസറിൻ്റെ രാജ്യത്വം, അതിനെയെല്ലാം പത്രോസ് നിഷേധിക്കുകയുമാണ്. ഇതിന് മറുപടിയായിട്ടാണ് യേശു പറയണത്, പത്രോസേ, ഇതാണ് പാറ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. മാംസരക്തങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് വലുപ്പത്തിൻ്റെ ദൈവമാണ്. ഉദാഹരണത്തിന്, വലിയൊരു മനുഷ്യൻ വലിയ നീളമുള്ള ഒരു കാറിൽ വന്നിറങ്ങിയാൽ നമ്മൾ അറിയാതെ അദ്ദേഹത്തിന് മുമ്പിൽ കൈകൂപ്പിപ്പോവും. വലുപ്പത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും പ്രമാണിത്വത്തിൻ്റെയും മുമ്പിൽ ദൈവികത ദർശിക്കാൻ ആർക്കും പറ്റും. പക്ഷേ ക്രിസ്തുവിൻ്റെ വിയർപ്പിൽ, അവൻ്റെ സാധാരണത്വത്തിൽ, അവൻ്റെ ദാരിദ്ര്യത്തിൽ, അവൻ്റെ കാല് കഴുകലിൽ, അവൻ്റെ വിഡ്ഢിത്തത്തിൽ ദൈവികത ദർശിക്കുകയാണത് എന്നത് സാധാരണ മാംസരക്തങ്ങൾ കൊണ്ട് പറ്റില്ല, സാധാരണ ഒരു യുക്തി കൊണ്ടും പറ്റില്ല. അതിന് പ്രത്യേകമായ ഒരു തലത്തിലേക്ക് മനുഷ്യൻ മാറേണ്ടതുണ്ട്. ഈ തിരിച്ചറിവാണ് ക്രിസ്തുവിൻ്റെ സഭയാക്കിയത്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആദിമ ക്രൈസ്തവ സമൂഹം മുമ്പോട്ടേക്ക് വെച്ചത് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്തുവിനെയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് ക്രൂശിതൻ്റെ ഭോഷത്വത്തെക്കുറിച്ചാണ്. നമ്മൾ ഓർക്കണം, പൗലോസ് എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്ന് വരുന്നവനാണ്. യുദ്ധവീരനായ യഹോവയൊക്കെ ആഘോഷിക്കുന്ന മതമാണ് യഹൂദമതം. അത്തരമൊരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന പൗലോസ് മുമ്പോട്ടേക്ക് വയ്ക്കുന്നത് ക്രൂശിതനും ഭോഷനുമായ ഒരു ദൈവത്തെയാണ്. ക്രൂശിതൻ, ഭോഷൻ, ഈ രണ്ടും ബലഹീനതയെ കുറിക്കുന്നു. ക്രൂശിതൻ പരാജയപ്പെട്ടവൻ, തകർക്കപ്പെട്ടവൻ. ഭോഷൻ വിഡ്ഢിയാണ്, വിജയിക്കാത്തവനാണ്. ഈ ക്രൂശിതനും ഭോഷനുമായവനെയാണ് പൗലോസ് മുമ്പോട്ടേക്ക് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവികതയെക്കുറിച്ചുള്ള ധാരണകളുടെ തന്നെ അട്ടിമറിയാണ്, കീഴ്മേൽ മറിച്ചിലാണ്.
പൊതുവെ ക്രൈസ്തവികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനിലും കടന്നു വരുന്ന 2-3 ചിത്രങ്ങളുണ്ട്. 1 കാലിത്തൊഴുത്താണ്, 2 കുരിശാണ്, 3 വിശുദ്ധ കുർബാനയാണ്. ഈ മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന പൊതുഘടകം എന്നുള്ളത് ചെറിയ അവസ്ഥ എന്നുള്ളതാണ്. കാലിത്തൊഴുത്ത് അതിന്ന് പൊതുവെ ഉണ്ടാക്കപ്പെടുന്ന 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും കാലിത്തൊഴുത്തുകളായിരുന്നില്ലല്ലോ ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്ത്. കാലിത്തൊഴുത്തെന്ന് വെച്ചാൽ ചാണകത്തിൻ്റെ വൃത്തികേടെന്നും കാളമൂത്രത്തിൻ്റെ ഗന്ധമെന്നും വൈക്കോലിൻ്റെ മണമെന്നും ഒക്കെ തന്നെയാണ് അർത്ഥം. ഏറ്റവും ദരിദ്രമായ അവസ്ഥയാണ് കാലിത്തൊഴുത്ത്. കുരിശ്, അതായത് സുവിശേഷം പറയണത് അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ അവർ ഇരിക്കെ ക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്ന് നിന്നു എന്നാണ്. അതായത് സ്പൈഡർമാനെ പോലെ വന്നു നിൽക്കുന്ന ഒരു ക്രിസ്തു. ഈ ക്രിസ്തുവിനെ കണ്ടിട്ടല്ല ആരെങ്കിലും കൈകൂപ്പണത്, ആരെങ്കിലും അവനെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് വിളിക്കണത്. പിന്നെയോ അവൻ ക്രിസ്തുവാണെന്ന് ശിഷ്യസമൂഹം തിരിച്ചറിയണത്, തോമാസ് ലീഹ തിരിച്ചറിയണത് അവൻ്റെ നെഞ്ചിലെ മുറിവ് കണ്ടിട്ടാണ്, കയ്യിലെ ആണിപ്പാട് കണ്ടിട്ടാണ്, കാലിലെ മുറിവ് കണ്ടിട്ടാണ്. ഉദ്ധിതനെങ്കിലും മുറിവുണങ്ങാത്തവനാണവൻ. മുറിവുണങ്ങാത്തവൻ എന്ന് വെച്ചാൽ ബലഹീനൻ എന്ന് തന്നെയാണ് അർത്ഥം. ഇന്നും ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറയണവൻ മുറിവേറ്റവനാണ്, മുറിവ് ഉണക്കാനാവാത്തവനാണ്. വെളിപാട് പുസ്തകം പറയുന്നു, അവൻ ദൈവം ആടാണ്, വെറും ആടല്ല, മുറിവേറ്റ ആടാണ്. സിംഹം എന്നല്ല പറയുക, പിന്നെ ആടാണ്. ചെറുതിനെ പ്രതിനിധാനം ചെയ്യുന്നു ആട്, ബലഹീനതയെ പ്രതിനിധാനം ചെയ്യുന്നു, സാധാരണത്വത്തെ, വിനയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വിശുദ്ധ കുർബാന എടുക്കുക. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അപ്പമാണ്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാൻ എന്തെങ്കിലും അതിസ്വാഭാവികതയുള്ള എന്തെങ്കിലും ഒരു പ്രതീകമല്ല മുമ്പോട്ടേക്ക് വെച്ചത്, പിന്നെ അപ്പമാണ്. അപ്പം എന്നത് തിന്നപ്പെടേണ്ടതാണ്, ഇല്ലാതാക്കപ്പെടേണ്ടതാണ്. വീണ്ടും ബലഹീനതയാണെന്ന് കുറിക്കുക. നമുക്കറിയാം, ഒരപ്പം എടുത്ത് ഇത് തൻ്റെ ശരീരമാണെന്ന് ക്രിസ്തു പറഞ്ഞ അതേ സന്ധ്യാസമയത്താണ് അവൻ കാല് കഴുകി കൂടി കാണിച്ചത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അവൻ്റെ മരണമൊഴിയായിരുന്നു അത്. ഒരാളുടെ മരണമൊഴി എന്നൊക്കെ പറയണത് ആ ജീവിതം കാച്ചി കുറുക്കി കൊടുക്കുന്ന സന്ദേശമാണല്ലോ. യേശു മരിക്കുന്നതിൻ്റെ വൈകുന്നേരം തൻ്റെ സുഹൃത്തുക്കളെ അടുത്തു വിളിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുന്നു എന്നാണ്. അത് കാലുകഴുകലാണ്. വീണ്ടും ദാസ്യത്വമാണത്, ബലഹീനതയാണത്, തലക്കനത്തെ നിരസിക്കലാണത്. ചുരുക്കത്തിൽ ക്രൈസ്തവികതയുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന 3 ചിഹ്നങ്ങളും പ്രതീകങ്ങളും ചെറുതിനെ കുറിക്കുന്നു, ബലഹീനതയെ കുറിക്കുന്നു. എന്നുവെച്ചാൽ ശക്തിയുമായി ബന്ധപ്പെടുത്തി ദൈവികതയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളെയും ക്രിസ്തു അട്ടിമറിക്കുകയാണ്. ഇതിന് വളരെ സമാനമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് 13-ാം നൂറ്റാണ്ടിലെ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അസീസിയിലെ ഫ്രാൻസിസ് 25 കൊല്ലം വരെ അത്യാവശ്യം ഒരു യുവാവിൻ്റെതായ എല്ലാ ചാബല്യങ്ങളിലൂടെയും കടന്നു പോകുന്നവൻ. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ സ്വപ്നങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രാൻസിസ് തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒരു ഞായറാഴ്ച അസീസിയിലെ കത്തീഡ്രലിലേക്ക് കുർബാനയ്ക്കായി പോകുന്നു. എല്ലാവരും പള്ളിയുടെ ആനവാതിൽ കടന്ന് പള്ളിക്കകത്തേക്ക് കയറുന്നു. ആനവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഫ്രാൻസിസ് അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം അൾത്താരയിൽ ഇരിക്കുന്ന ക്രിസ്തു ഫ്രാൻസിസിൻ്റെ സ്വപ്നങ്ങളിലെ ക്രിസ്തുവുമായിട്ട് ഒരു സാമ്യവുമില്ലാത്തതാണ്. അൾത്താരയിലെ ക്രിസ്തു രാജാവ് കണക്കെയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിരസിൽ സ്വർണത്തിൻ്റെ കിരീടമുണ്ട്, കയ്യിൽ അധികാരത്തിൻ്റെ ദണ്ഡുണ്ട്. ഞെട്ടിപ്പോകുന്ന ഫ്രാൻസിസ് അവിടെ നിന്നിറങ്ങി ഓടുകയാണ്. ഓടി സാൻഡാമിയാനോ എന്ന് പറയണ ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയം, ഒരു വൃദ്ധവൈദികൻ മാത്രമുള്ള, ആരാലും സന്ദർശിക്കപ്പെടാത്ത ഒരു ദേവാലയം, അവിടെയുള്ള ദരിദ്രനും വിനീതനും
ക്രൂശിതനുമായവൻ്റെ കാൽച്ചുവട്ടിൽ ചെന്ന് ഫ്രാൻസിസ് വീഴുകയാണ്. ചരിത്രപരമായി ശരിയല്ലെങ്കിലും ഒരു ഫ്രാൻസിസ്കൻ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത് ഈ തിരിച്ചറിവിലാണ്. അതെന്ന് പറയണത് കത്തീഡ്രലിലെ രാജാവായ ദൈവത്തെ നിഷേധിക്കലാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സാന്റാമേനിലെ ദേവാലയത്തിലെ ദരിദ്രനും ക്രൂശിതനും വിനീതനുമായവൻ്റെ കാൽച്ചുവട്ടിൽ അഭയം തേടലാണ്. സുവിശേഷം മുമ്പോട്ടേക്ക് വെച്ചത് ഇത്തരമൊരു പുതിയ ദൈവത്തെയാണ്. കൂടുതൽ ശക്തനായ ദൈവമല്ല, കൂടുതൽ വലിപ്പമുള്ള ദൈവമല്ല, കൂടുതൽ മഹത്വമുള്ള ദൈവമല്ല, പിന്നെയോ കൂടുതൽ ശക്തിയില്ലാത്ത ദൈവം, കൂടുതൽ മഹത്വമില്ലാത്ത ദൈവം, കൂടുതൽ സാധാരണക്കാരനായ ദൈവം. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നുള്ള വാക്യത്തോടു കൂടിയാണ്. ആരാണ് മർക്കോസ് വിശ്വസിക്കുന്ന ഈ ദൈവപുത്രനായ യേശു? ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജോർദാൻ നദിയിലേക്ക് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ക്രിസ്തുവിനെയാണ്. ഉടനെ ഇടിമുഴക്കത്തിൻ്റെ സ്വരം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു, വലിയ ഒച്ചയും വലിയ അരുളപ്പാടുകൾ, ആരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മഹത്വത്തിൻ്റെ ഒരു ദൈവത്തെയാണ് മർക്കോസ് ആദ്യം മുമ്പോട്ടേക്ക് വയ്ക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ മർക്കോസ് പറയണത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വന്യമൃഗങ്ങൾക്കിടയിൽ അവൻ ദിനരാത്രങ്ങൾ ചെലവിട്ടു, അവന് വിശന്നു എന്നൊക്കെയാണ്. വിശക്കുന്ന വന്യമൃഗങ്ങൾക്കിടയിൽ ദിനരാത്രങ്ങൾ ചെലവിടേണ്ടി വരുന്ന, പരീക്ഷിക്കപ്പെടുന്ന ഒരു ദൈവം. ഇത് മുൻപേ പറഞ്ഞ മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ നേർവിപരീതമാണ്. ബോധപൂർവം വായനക്കാരുടെ കാറ്റഗറികൾ അനുസരിച്ചുള്ള മഹത്വത്തിൻ്റെയും വലുപ്പത്തിൻ്റെയും ഒരു ദൈവത്തെ മുമ്പോട്ടേക്ക് വെച്ചിട്ട് അതിന് നേർ വിപരീതമായ ഒരു ദൈവത്തെ മർക്കോസ് കാണിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒത്ത നടുക്കെത്തുമ്പോൾ താബോർ മലയിൽ വെച്ച് ക്രിസ്തു രൂപാന്തരീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ള, സ്വർണത്തെ പോലെ വെട്ടിത്തിളക്കമുള്ള വസ്ത്രം ധരിച്ച ഒരു ക്രിസ്തു, വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രിസ്തു. പക്ഷെ അതിനു മുൻപും അതിനുശേഷവും നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള 1ഉം 2ഉം പ്രവചനങ്ങളാണ്. പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ക്രിസ്തു. ക്ലൈമാക്സ്, ആൻറ്റി ക്ലൈമാക്സ് ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ ഇവനാണ് ദൈവപുത്രൻ എന്ന് മർക്കോസ് സ്ഥാപിക്കുന്നത് കുരിശിലാണ്. കുരിശിലെ ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കുക. ദൈവികതയുമായി ബന്ധപ്പെട്ട സകല കാറ്റഗറികളെയും ഇല്ലാതാക്കിയവനാണ് യേശു. ക്രൂശിതൻ പരാജിതനാണ്, ക്രൂശിതൻ ബലഹീനനാണ്, ക്രൂശിതൻ തകർക്കപ്പെട്ടവനാണ്. ദൈവികതയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും അവിടെ താഴെ വീഴുകയാണ്. ഇതായിരുന്നു ചരിത്രത്തിലെ ക്രിസ്തു. വൺ സോളിറ്ററി ലൈഫ്, ഒരു ഏകാന്ത പഥികൻ്റെ ജീവിതം എന്ന ഒരു ചെറിയ ഒരു റൈറ്റപ്പ് ഉണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സകല ധാരണകളെയും അട്ടിമറിക്കുന്ന ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ വിവരണം. അത് ഇങ്ങനെയാണ്. അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ ഒരു കർഷക സ്ത്രീയുടെ മകനായി അവൻ ജനിച്ചു, ബെത്ലഹേം. അറിയപ്പെടാത്ത മറ്റൊരു ഗ്രാമത്തിൽ ഒരു തച്ചൻ്റെ പണിശാലയിൽ പണി ചെയ്ത് അവൻ 30 കൊല്ലക്കാലം ജീവിച്ചു, നസ്രത്ത്. പിന്നീടുള്ള 3 കൊല്ലക്കാലം അവൻ നാടെങ്ങും നടന്നു പഠിപ്പിച്ചു. അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലും അവൻ പോയിട്ടില്ല. അറിയപ്പെടുന്ന ഒരു സ്ഥാനമാനവും അവൻ വഹിച്ചിട്ടില്ല. അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥവും അവൻ രചിച്ചിട്ടില്ല. അറിയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയുമായി അവൻ ഒരു ബന്ധം പുലർത്തിയിരുന്നുമില്ല. അവൻ ആകെ ചെയ്തത് താൻ ജനിച്ചിടത്തു നിന്നും 200 മൈൽ ചുറ്റളവിനുള്ളിൽ നടന്നു പഠിപ്പിക്കുക എന്ന ഒരേ ഒരു കാര്യം.
അവൻ തിബേരിയാസ്, സിഫോറിസ് തുടങ്ങിയ നഗരങ്ങൾ പോലും ഒഴിവാക്കിയവനാണ്. 2 or 3 മുക്കുവ ഗ്രാമങ്ങളിൽ മാത്രമാണ് അവൻ ചുറ്റി നടന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവനെതിരായിട്ട് അവൻ്റെ ശത്രുക്കൾ തിരിയുകയാണ്. വിചാരണ എന്ന പ്രഹസനത്തിന് അവനെ വിധേയമാക്കുകയാണ്. അവൻ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉറ്റവരും ഉടയവരുമായിരുന്ന സകലരും അവനെ വിട്ടോടിപ്പോവുകയാണ്. അവൻ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഈ ഭൂമിയിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്ത്, അവൻ്റെ ഉടുപ്പ്, അതിനുവേണ്ടി അവൻ്റെ ശത്രുക്കൾ നറുക്കിടുകയാണ്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സുഹൃത്തിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ ഒരു കല്ലറയിങ്കൽ അവനെ അടക്കം ചെയ്യുകയാണ്. ഇതായിരുന്നു ചരിത്രത്തിലെ യേശു. എന്നിട്ടും കഴിഞ്ഞ 20 നൂറ്റാണ്ടിലെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കൊള്ളൂ. ഇന്നുവരെ ഈ ഭൂമിയിൽ ഭരിച്ചിട്ടുള്ള ഒരു രാജാവിനും കഴിയാത്ത വിധത്തിൽ, ഇന്നുവരെ ഈ മണ്ണിൽ കൂടിയിട്ടുള്ള ഒരു പാർലമെന്റിനും കഴിയാത്ത വിധത്തിൽ, ഇന്നുവരെ കരയിൽ അരങ്ങേറിയിട്ടുള്ള ഒരു യുദ്ധത്തിനും കഴിയാത്ത വിധത്തിൽ, ഇന്നുവരെ കടലിലൂടെ ഒഴുകിയിട്ടുള്ള ഒരു നാവിക വ്യൂഹത്തിനും കഴിയാത്ത വിധത്തിൽ ചരിത്രത്തെ സ്വാധീനിക്കുവാൻ, മനുഷ്യ ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുവാൻ ആ ഏകാന്ത പഥികൻ്റെ ജീവിതത്തിനായിട്ടുണ്ട്. ഇതാണ് ക്രിസ്തുവിൻ്റെ ബലഹീനതയിലൂടെ ആവിഷ്കൃതമായ അവൻ്റെ ദൈവികത. ദൈവികതയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കരുതുന്ന ബലം, മഹത്വം, അതിൻ്റെ കീഴ്മേൽ മറിച്ച് നമ്മൾ അവനിൽ കാണുന്നു. രണ്ടാമത്, ദൈവികതയുമായി ബന്ധപ്പെടുത്തി നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നാണ് പഴയ നിയമം പറയണത്. അതുകൊണ്ട് യഹൂദർ എന്ത് ചെയ്തു? അവർ പരിശുദ്ധമായ ഭക്ഷണം കഴിച്ചു, പരിശുദ്ധമായ ഇടങ്ങളിൽ സഞ്ചരിച്ചു, പരിശുദ്ധരായ മനുഷ്യരുമായിട്ട് ഇടപെട്ടു, പരിശുദ്ധമായ മൃഗങ്ങളിൽ മാത്രം വളർത്തി, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഒപ്പം അവർ അശുദ്ധരായ വ്യക്തികൾ, അശുദ്ധമായ ഭക്ഷണം, അശുദ്ധമായ ഇടങ്ങൾ, അശുദ്ധമായ വസ്തുക്കൾ എന്നിവയിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്തു. ഇതാണ് പഴയ നിയമത്തിലെ ദൈവം. പുതിയ നിയമത്തിലേക്ക് വരിക. യേശുവിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ചുവടുവയ്പ് തന്നെ ഒന്ന് ധ്യാനിക്കേണ്ടതാണ്. അവൻ പിറന്നു വീഴണത് കാലിത്തൊഴുത്തിലാണ്, ബെത്ലഹേം. ബെത്ലഹേമിന് തൊട്ടടുത്തായിട്ട് അതിവിശുദ്ധ സ്ഥലവും അൾത്താരയുമുള്ള ജെറുസലേമിലെ ദേവാലയമുണ്ട്. പക്ഷേ യേശു ജനിച്ചു എന്ന വാർത്ത ആദ്യം അറിയിക്കപ്പെട്ടത് ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള അതിവിശുദ്ധരായ പുരോഹിതന്മാർക്കല്ല, പിന്നെയോ തൊട്ടടുത്തുള്ള മൈതാനത്ത് ഉറങ്ങിക്കിടക്കുന്ന ആട്ടിടയന്മാർക്കാണ്. ആരായിരുന്നു ഈ ആട്ടിടയന്മാർ? ചരിത്രം പറയണത് ഈ ആട്ടിടയന്മാർ ആടുകളുമായി മരുഭൂമിയിൽ പോകുമ്പോൾ, മരുഭൂമിയിൽ പോയിട്ട് ഒരു മാസമൊക്കെ ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരിക. അതുകൊണ്ട് കുളിയോ നനയോ ഇല്ലാത്ത നാറ്റക്കേസുകളായിരുന്നു ഇവർ. ദേവാലയങ്ങളിൽ പോകാനാകാത്തവർ, മരുഭൂമിയിലെ വന്യമൃഗങ്ങളുമായിട്ടൊക്കെ നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെട്ട് പരുക്കൻ സ്വഭാവമുള്ളവർ. ഇപ്പോൾ എനിക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തിരികെ നാട്ടിലെത്തുമ്പോൾ യജമാനൻ്റെ അടി കിട്ടും. അത് ഒഴിവാക്കാൻ എൻ്റെ കൂട്ടുകാരുടെ ആട്ടിൻപറ്റങ്ങളിൽ നിന്നും ഞാൻ ഒന്നിനെ മോഷ്ടിച്ച് എൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ വിടുന്നു. തൊഴിൽപരമായി തന്നെ കള്ളന്മാരാണവർ. അതുകൊണ്ട് യഹൂദ കോടതികൾ ഈ ആട്ടിടയന്മാരുടെ സാക്ഷ്യം അംഗീകരിച്ചിരുന്നില്ല. ആട്ടിടയനാണോ കള്ളന്മാരാണ്, ഇതായിരുന്നു ധാരണ. നമ്മൾ വായിക്കുന്നത് എന്താണ്? യേശു ജനിച്ചതിന് ശേഷം അവൻ ജനിച്ചു എന്നുള്ള ആ വാർത്ത ആദ്യം അറിയിക്കപ്പെട്ടത് ഈ കള്ളന്മാരായ, ഈ അശുദ്ധരായ, ഈ നാറ്റക്കേസുകളായ, ഈ വൃത്തികെട്ട ആട്ടിടയന്മാരോടാണ്. അതിനർത്ഥം യേശു എന്നവനെ വിശുദ്ധി എന്നൊരു കാറ്റഗറി കൊണ്ട് മനസ്സിലാക്കാൻ ആവില്ല എന്ന് തന്നെയാണ്. അവൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ കൂടെ നടന്നതും ഭക്ഷണം കഴിച്ചതും പഠിപ്പിച്ചതും ഒപ്പം ഇരുന്ന് സ്വപ്നങ്ങൾ പങ്കുവെച്ചതുമൊക്കെ അശുദ്ധരായ മനുഷ്യർക്കൊപ്പമായിരുന്നു. അവനെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു വിശദീകരണ കുറിപ്പ് തന്നെ അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്ത് എന്നാണ്. ഒരുവൻ ജീവിച്ച് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന അഡ്രസ് പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്ത്. അപ്പോൾ വിശുദ്ധി എന്നൊരു കാറ്റഗറി കൊണ്ട് യേശുവിനെ അളക്കാനാവില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്.
ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം എടുത്താൽ നമ്മൾ 3 ഉപമകൾ കാണുന്നു. 3 ഉപമകളും പറയണത് കാണാതെ പോയ ആടിനെക്കുറിച്ചും കാണാതെ പോയ നാണയത്തെക്കുറിച്ചും കാണാതെ പോയ മകനെക്കുറിച്ചുമാണ്. 3-ാമത്തെ ഉപമ മാത്രം എടുക്കുകയാണെങ്കിൽ വ്യക്തമായ അട്ടിമറി നമ്മൾ അവിടെ കാണുകയാണ്. മൂത്തപുത്രൻ സകല കൽപ്പനകളും പാലിച്ച് വീടിനകത്തി നിൽക്കുന്നു. ധൂർത്തപുത്രനാവട്ടെ പന്നിക്കൂട്ടിൽ കിടക്കുന്നവനും വേശ്യകളോടൊപ്പം ജീവിതം ധൂർത്തടിച്ചവനും ഒക്കെയായിട്ടുള്ളവനാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അവൻ അക്ഷരാർത്ഥത്തിൽ ഒരു യഹൂദൻ എന്ന നിലയ്ക്ക് മരിച്ചവനാണ്. പന്നികൾ യഹൂദ സമൂഹത്തിന് അങ്ങേയറ്റം നിഷിദ്ധമായ ഒന്നാണ്. അതോടൊപ്പം അശുദ്ധരായ സ്ത്രീകളുമായുള്ള സഹവാസത്താൽ അവരൊക്കെ ശമരിയാക്കാരെക്കാളും അധപ്പതിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള ധൂർത്തപുത്രനെയാണ് ആ ഉപമയിലെ അപ്പൻ ഒരു ചോദ്യവും കൂടാതെ വീട്ടിനകത്തേക്ക് കയറ്റണത്. കഥയിൽ ഇങ്ങനെയാണ് ഒരു അട്ടിമറി നടക്കുന്നത്. കഥയുടെ അവസാനം വരെ കേൾവിക്കാർ വിചാരിക്കുന്നത് മൂത്തപുത്രൻ വീടിനകത്തും ഇളയ പുത്രൻ വീടിന് പുറത്തുമെന്നാണ്. പക്ഷേ കഥയുടെ അവസാനം വീടിന് പുറത്തെന്ന് കരുതിയവൻ വീടിനകത്തും വീടിനകത്തെന്ന് കരുതിയവൻ വീടിന് പുറത്തുമാവുന്നു. വിശുദ്ധി എന്നൊരു കാറ്റഗറി കൊണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ സുവിശേഷം മുമ്പോട്ടേക്ക് വയ്ക്കുന്നത് വിശുദ്ധി എന്നൊരു കാറ്റഗറി അല്ല, പിന്നെയോ കാരുണ്യം എന്ന ഒരു കാറ്റഗറിയാണ്. ലൂക്ക 6:36 അത് നമ്മൾ വായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് കാരുണ്യമുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യം കാണിക്കും. അവൻ്റെ ദൈവരാജ്യത്തിൽ ആരൊക്കെയാണ് വിരുന്നിലിരിക്കുക എന്ന് ക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ വിരുന്നിന് പുറത്താവുകയും 4 കവലകളിലും തെരുവോരങ്ങളിലുമുള്ള വേശ്യകളും ചുങ്കക്കാരും കുഷ്ഠരോഗികളും ഒക്കെ അവൻ്റെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. യേശുവിൻ്റെ ഏതെങ്കിലും പഠിപ്പിക്കലിനെ വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല എന്ന് തന്നെ വ്യക്തം. ഉടനീളം സുവിശേഷങ്ങളിലൂടെ നമ്മൾ നോക്കിയാൽ വിശുദ്ധി എന്നൊരു കാറ്റഗറിയുടെ അർത്ഥം തന്നെ മാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുക എന്നാണ് യേശു പറയണത്. ബലിയർപ്പണത്തെക്കാളും പ്രധാനപ്പെട്ടത്, വിശുദ്ധിയേക്കാളും പ്രധാനപ്പെട്ടത് കാരുണ്യമാണെന്നാണ് യേശു പറയണത്. ചുരുക്കത്തിൽ ദൈവികതയെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി തന്നെ യേശു ചോദ്യം ചെയ്യുകയാണ്. ശക്തിക്ക് പകരമായി അവൻ കാലുകഴുകലിനെ മുമ്പോട്ടേക്ക് വയ്ക്കുന്നു. വിശുദ്ധിക്ക് പകരമായി ബദലായി അവൻ കാരുണ്യത്തെ മുമ്പോട്ടേക്ക് വയ്ക്കുന്നു. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ കീഴ്മേൽ മറിക്കാനായിട്ട് അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തു ഏക പൂർണ്ണ അവതാരമാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയ ഒരവതാരം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനാണെങ്കിൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്നേ ഒക്കെ ഉള്ളൂ. അതൊരു മായാവിയെ പോലെ വന്നു പോയതാണ്. അദ്ദേഹത്തിന് അടികൊണ്ടപ്പോൾ വേദന എടുത്തില്ല, കുരിശിൽ കിടന്നപ്പോൾ വേദന അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഡോസറ്റിസ്റ്റ് ചിന്താഗതികളൊക്കെ പാഷണ്ഡതയായി ക്രൈസ്തവ വേദശാസ്ത്രം ആദിമ നൂറ്റാണ്ടിൽ തന്നെ തള്ളിക്കളഞ്ഞതാണ്.